ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ബസ്സുകൾക്ക് സംസ്ഥാനത്ത് നികുതി അടച്ചാൽ രാജ്യത്തെ ഏത് പാതയിലൂടെ വേണമെങ്കിലും പെർമിറ്റ് ഇല്ലാതെ ഓടാമെന്നും റൂട്ട് ബസ്സുകളെ പോലെ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യാമെന്നും കളർ കോഡ് പ്രശ്നമല്ല എന്നുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമത്തിന്റെ പിൻബലത്തിൽ അന്തർ സംസ്ഥാന സർവീസുകൾ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഇല്ലാത്ത വകുപ്പിന്റെ കൂച്ചുവിലങ്ങുകളുമായി കേരള മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ നിന്ന് കോയമ്പത്തൂർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യത്തിന് പെർമിറ്റ് നേടിയ റോബിൻ എന്ന ബസിന്റെ സർവീസ് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് നാണം കെട്ട പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ജീവനക്കാരെ ഇല്ലായ്മയുടെ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് ഇട്ടുതട്ടുന്ന വെള്ളാനയായ KSRTCക്ക് അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ വമ്പൻ വിജയമായപ്പോൾ വലിയ ആശ്വാസമായി മാറിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഓൾ ഇന്ത്യ പെർമിറ്റ് ഉത്തരവ്. ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെങ്കിലും സ്വകാര്യ ബസ്സുകൾ ദേശസാൽകൃത പാതയിലൂടെ ഓടുന്നത് തടയണമെന്നായിരുന്നു KSRTCയുടെ ആവശ്യം. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവനുസരിച്ച് പെർമിറ്റ് എടുത്ത റോബിൻ എന്ന പേരിലുള്ള ബസ് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം കൊച്ചുവെളുപ്പാങ്കാലത്ത് തടഞ്ഞ് നടപടികളെടുത്തു. പെർമിറ്റ് വ്യവസ്ഥകൾ പരിശോധിക്കാതെ ചില്ലിന് പൊട്ടൽ, GPS തകരാർ, ടയറിന് തേയ്മാനം, ചവിട്ടുപടി തകർന്നു, ബ്രേക്ക് പോരായ്മ തുടങ്ങി സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികൾ. ഉടനെ തകരാർ പരിഹരിച്ച് ബസ് പരിശോധനയ്ക്ക് എത്തിക്കണമെന്ന തിട്ടൂരം മുഴക്കിയെങ്കിലും ആ സ്വകാര്യ ബസ് ജീവനക്കാരുടെ കഞ്ഞുകൂടി മുട്ടിച്ചു മോട്ടോർ വാഹന വകുപ്പിലെ ഏമാന്മാർ എന്നതാണ് സത്യം. ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥ. നിക്ഷേപകർക്കും വ്യവസായികൾക്കും നിലനിൽക്കണമെങ്കിൽ കേരളം വിട്ടുപോകണമെന്ന് കിറ്റെക്സ് സാബു നേരത്തെ പറഞ്ഞതാണ്. കേന്ദ്രം പാസാക്കിയ പുതിയ മോട്ടോർ വാഹന നിയമം KSRTCക്ക് പണിയാകുമെന്ന് സംശയമൊന്നുമില്ല. KSRTCയെ നന്നാക്കാൻ മികച്ച ആസൂത്രണങ്ങൾ ഉണ്ടാക്കി അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. അല്ലാതെ കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പാസാക്കിയ നിയമത്തിനിട്ട് തുരങ്കം വെച്ച് ഇല്ലാത്ത വകുപ്പിട്ട് സ്വകാര്യ ബസ്സുകളെ പൂട്ടിക്കെട്ടുന്നത് ഏറെ അപലപനീയമാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ.